വെള്ളിയാഴ്ചയാണ് കോഴിക്കോട് ഇറങ്ങണമെങ്കിൽ മഹാകഷ്ടം തന്നെ. ജുമാ കിട്ടണമെങ്കിൽ എവിടെയോ തേടിത്തെരിഞ്ഞു പോണം. ഇതായിരുന്നു. ഇന്ന് സുന്നത്ത് ജമാഅത്തിന് എത്ര പള്ളികൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നാം എവിടെയും ഉറങ്ങി നിൽക്കാൻ പറ്റില്ല. ഈ സമത്വകളുടെ ജമിയത്തുൽ ഉലമയാണ് നമ്മുടെ അടിത്തറ. ആ സമത്വകളുടെ ജമിയത്തുൽ ഉലമ എന്തൊരു ആശയമാണോ മുന്നിൽ വെച്ചെങ്കിൽ അത് ലോകത്ത് എല്ലായിടത്തേക്കും എല്ലാ മേഖലയിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയാണ് വിവിധ സംഘടനകൾ അതിന്റെ കീഴിൽ വന്നത്. മുസ്ലിം ബഹുജനങ്ങളുടെ സംഘടനയായ SYS, വിദ്യാർത്ഥി സംഘടനയായ SSF, അതിന്റെയും താഴെയുള്ള ചെറിയ കുരുന്നുകളുടെ സംഘടന SBS, മുഅല്ലിമീങ്ങൾക്ക് മാത്രം സംഘടിക്കാനുള്ള ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന പോലെ ഈ ഇരിക്കുന്നവർ ആരാണ്? മഹല്ലിന്റെ ഭാരവാഹി. അതൊരു വലിയ കാര്യമല്ലേ? മഹല്ലിന്റെ ഉത്തരവാദിത്വമുള്ള ആളുകളാണ്, അവരുടെ സംഘടനയാണ്. അപ്പൊ ഈ എല്ലാ സംഘടനയും സമസ്തകൾ ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടനയുടെ മക്കൾ എന്ന നിലക്ക് നാം എല്ലാവരും പ്രവർത്തിക്കുന്നത് ഒരു ആശയത്തിനു വേണ്ടിയാണ്, ഒരു ആദർശത്തിനു വേണ്ടിയാണ്. അതേതാണ് സമസ്തകൾ ജമിയത്തുൽ ഉലമ നമുക്ക് കൈമാറിയ ആ ആദർശം, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ആദർശം. ആ ആദർശം ഇവിടെ മഹല്ലുകളിലും എല്ലാ തലങ്ങളിലും നിലനിർത്തിപ്പോരണം. കള്ളന്മാരായ ആളുകൾ കടന്നുകൂടി മഹല്ലുകളിലൊക്കെ അവർ ആധിപത്യം ചെലുത്തുമ്പോൾ നാം നിഷ്ക്രിയരായി കയ്യും കെട്ടി നിന്നുകൂടാ. ഒരാളാണെങ്കിൽ ഒരാൾ അവന് എന്തു ചെയ്യാൻ കഴിയും അത് ചെയ്യണം. മഹല്ലിൽ ഒരു ഭൂരിപക്ഷത്തിന്റെ പേരിൽ തീരുമാനമെടുക്കുമ്പോ നമുക്കവിടെ മിണ്ടാൻ നിൽക്കാൻ പറ്റില്ല. ഭൂരിപക്ഷം അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ അത് കുഴപ്പമാവും. ഇങ്ങനെ നോക്കിയാൽ ബഹുമാനപ്പെട്ട ഉള്ളാർത്ഥങ്ങൾ അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ. ഈക്കയോട് പറഞ്ഞില്ലേ, തങ്ങൾ ഇറങ്ങിപ്പോരുമ്പോ എന്നാ പിന്നെ ഭൂരിപക്ഷം നോക്കുക എന്ന് പറയുമ്പോൾ തങ്ങൾ പറഞ്ഞെന്താ, ഇവിടെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം നിർണ്ണയിക്കാൻ പറ്റുമോ? ഇസ്ലാമും എതിരിലുള്ള ആളുകളും നോക്കുമ്പോൾ ആരാ ഭൂരിപക്ഷം? അപ്പൊ ഭൂരിപക്ഷം എന്നതല്ല, ദീൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതമാണ്. ആ ദീൻ ഹക്ക എന്നൊക്കെ പറയുന്നിടത്ത് ഭൂരിപക്ഷം നോക്കി ദീനിന്റെ കാര്യം തീരുമാനിക്കുക സാധ്യമല്ല. ഇത് നമുക്കും ബാധകമല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നാം ഒക്കെ ഒരൊറ്റ സംഘടന, ആ സംഘടനയാണ് ഈ സംഘടനകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. സ്വതന്ത്രമായി ഇവിടെ SYS പ്രവർത്തിക്കാൻ പറ്റില്ല, സ്വതന്ത്രമായി SS പ്രവർത്തിക്കാൻ പറ്റില്ല, സ്വതന്ത്രമായി SMA പ്രവർത്തിക്കാൻ പറ്റില്ല, സ്വതന്ത്രമായി ജമിയത്തുൽ മുഅല്ലിമീൻ പ്രവർത്തിക്കാൻ പറ്റില്ല, സ്വതന്ത്രമായി വിദ്യാഭ്യാസ ബോർഡും പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെയോ എല്ലാം ഇതിന്റെ വലിയ സംഘടനയായ സമസ്തയുടെ മേൽനോട്ടത്തിൽ. ആ സമസ്ത എന്തൊരു ആദർശം ആണോ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നെങ്കിൽ അതിവിടെ നിലനിർത്തുന്നതിനു വേണ്ടി എല്ലാ തലങ്ങളിലും നാം ഒക്കെ കൈ കോർത്തു പിടിച്ച് SMA വേറെ ഒന്നല്ല, SYS വേറെ ഒന്നല്ല, SSF വേറെ ഒന്നല്ല എന്ന ആ നല്ല ഉദ്ദേശത്തോടെ, നല്ല നെയ്യത്തോടെ, നല്ല കൃത്യമായും വൃത്തിയായും നാം കെട്ടുറപ്പോടെ നിൽക്കണമെന്നും ആ നിലക്ക് നമ്മുടെ മഹല്ലുകളെ കാത്തു സൂക്ഷിച്ചു പോരണമെന്നും ഈ സന്ദർഭത്തിന്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. കാരണം ഇന്ന് മഹല്ലുകളിൽ ഓരോ പേര് പറഞ്ഞ് മഹല്ല് ശാക്തീകരണം അവർ അങ്ങനെയാണ് കണക്കാക്കുന്നത്. പണ്ടൊരു കാലത്ത് ഇവിടെയുള്ള നമ്മുടെ സംഘടനാ സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി നേരത്തെ സുന്നി മഹല്ല് ഫെഡറേഷൻ ഉണ്ടാക്കിയ കുറ്റനാണവർ. ഇപ്പോഴും അതിന്റെ പേരിൽ മഹല്ലുകളൊക്കെ അതിന്റെ കീഴിൽ വരുത്തണം എന്ന ഉത്കടമായ ആഗ്രഹത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. നാം ശത്രുതയല്ല പറയുന്നത്, നമുക്ക് താൽപര്യമായിരുന്നു, ലക്ഷ്യം എന്തായിരുന്നെങ്കിൽ സുന്നത്ത് ജമാഅത്ത്, അതാണ് ഇവിടെ അടിസ്ഥാനപരമായത്. ആ സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കുകയും അതിനെതിരിൽ വന്ന പുത്തനാശയങ്ങളെ തൂത്തെറിയുകയും ചെയ്യുക എന്ന ലക്ഷ്യമായിരുന്നെങ്കിൽ നാം അതിന് സഹകരിച്ചു കൊടുക്കുമല്ലോ. പക്ഷെ അതല്ല ലക്ഷ്യം.
പിന്നെയോ നമ്മുടെ ആദർശം, നാം മുന്നിൽ വെക്കുന്ന ആശയം അത് എന്തായാലും ശരി, അത് ശരിയല്ല. അപ്പൊ ഞാൻ നേരത്തെ ഹുത്ബയുടെ കാര്യം പറഞ്ഞു വന്നത് അത് പോന്നു ഇപ്പൊ ഇവിടെ എത്തി. ഈ പറയപ്പെട്ട മഹല്ലുകാർ അവരുടെ മഹല്ലുകളിൽ തറപ്രസംഗം അത് പാസാക്കി. ജുമാന്റെ ഖുത്ബന്റെ മുമ്പ് വേറൊരു പ്രസംഗം. ഈ പ്രസംഗത്തെക്കുറിച്ച് നമ്മളിത് പോട്ടെ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു പോട്ടെ, അതൊന്നും നമ്മൾ വെക്കണ്ട. അവർ തന്നെ പൊക്കിപ്പിടിക്കുന്ന സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, അള്ളാഹു ദറജയെത്തി കൊടുക്കട്ടെ, ആ മഹാനവകൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് അത് അശബ്ദായ കറാഹത്താകുന്നു. കാഠിന്യമുള്ള കറാഹത്താണെന്ന് പറഞ്ഞത് കേട്ടുകേൾവിയല്ല. കണ്ണിയത്ത് സ്മരണിക, ആ സ്മരണികയിൽ ലേഖനം എഴുതിയത് നേരത്തെ പ്രസിഡന്റായിരുന്ന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ അരീക്കോട് മുദദ്ദിസായി നിൽക്കുമ്പോൾ ജുമാന്റെ മുമ്പ് ഒരു പ്രസംഗം നടത്തുന്നത് സംബന്ധിച്ച് നാട്ടുകാർ, മഹല്ലുകാർ എന്നോട് അന്വേഷിക്കാൻ വന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാനതിന് സ്വന്തം മറുപടി പറയേണ്ട, കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിട്ടുണ്ടല്ലോ, കണ്ണിയത്തുള്ളപ്പോഴാണ്, അതുകൊണ്ട് ഉസ്താദിന്റെ അരികിൽ പോയി നമുക്ക് ചോദിക്കാം. അങ്ങനെ ഉസ്താദിനരികിൽ പോയി ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് അത് അശബ്ദായ ഖിറാഅത്താണ്, ശക്തിയുള്ള ഖിറാഅത്താണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ശക്തിയുള്ള ഖിറാഅത്ത് എന്നാൽ തഹരീമിന്റെ ഖിറാഅത്തെന്നും പറയും, ഹറാമിന്റെ കുറ്റമുള്ള ഖിറാഅത്ത്. ഇനി പോകട്ടെ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അരികിൽ വന്ന ഒരു മഹല്ലുകാർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ SSFകാർ ഒരു പരിപാടി വെച്ച്, നമ്മുടെ നാട്ടിൽ കാലങ്ങളായി നടന്നു വരുന്നതാണ് തറപ്രസംഗം. പേരോടിനെ കൊണ്ടുവന്ന് അയാളെ കൊണ്ട് പ്രസംഗം നടത്തിച്ചു. അയാൾ പറഞ്ഞു കറാഹത്താണ്, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഉസ്താദ് നമുക്കൊരു ഫത്വ തരണം എന്ന് പറഞ്ഞ് ഫത്വക്ക് ചെന്നതാണ്. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പേരോട് കുട്ടിയല്ലടാ, പേരോട് ആ പറഞ്ഞത് ശരിയല്ല, അത് കറാഹത്തൊന്നുമല്ല, ഇവർക്ക് നല്ല റാഹത്ത്. മൂപ്പര് പറഞ്ഞ ഇത് വലിയതാ, ഹറാമാണത്. കറാഹത്ത് പറഞ്ഞാൽ പോരാ, അത് പേരോട് കുട്ടിയായതുകൊണ്ട് പറഞ്ഞ അത് ഹറാമാണെന്ന് മൂപ്പര് ഫത്വ കൊടുത്തത് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അപ്പൊ ആ വിഷയം പറഞ്ഞാലോ, അതവരെന്നും അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് സംസ്ഥാന ആലിമീങ്ങൾ വേറുണ്ട്, ഇന്നത്തെ ആലിമീങ്ങൾ പറയുന്നതാണ് ഞങ്ങൾക്ക് ആധാരം. അപ്പൊ ഒരാധാരം ഇല്ലെങ്കിലും അവർ ഉദ്ദേശിച്ച് ചെയ്യുക എന്ന് ഇതിപ്പോ നാട്ടിൽ നടപ്പാക്കി കഴിഞ്ഞു. നമ്മൾ അവിടെയൊക്കെ നമ്മൾ വേറൊരു പള്ളി ഉണ്ടാക്കിയതിന് മാത്രം വിഷയം തീരൂല, പള്ളി നമുക്ക് വേണം. അതോടൊപ്പം നമുക്ക് പറയാനുള്ളതും നമ്മുടെ കാര്യങ്ങളും ഒക്കെ അവരുടെ മീറ്റിംഗിലും പരിപാടിയിലൊക്കെ നാം കൂടിയാലും അവിടുന്ന് വ്യക്തമായി പറയണം. നാം ഒരിക്കലും ഇനി അതിന് നമ്മൾ പോണ്ട, അവരെ ഹാലിയിട്ട് പോയിക്കോട്ടെ എന്ന് വെച്ചാൽ മഹല്ലാന്തരങ്ങൾ മുഴുവൻ അവർ ഇത് നടപ്പാക്കും. അങ്ങനെ അവരുടെ ലക്ഷ്യം ഇപ്പൊ എന്ത് മാത്രമേ ഉള്ളൂ, നമ്മുടെ സുന്നി സംഘടനകളെ ക്ഷയിപ്പിക്കുക, അതിനെ ഉന്മൂലനം ചെയ്യാനൊക്കെയാണ്. പക്ഷെ അതവിടെ കണക്കുകൂട്ടലാണ്. അള്ളാഹു ദീൻ ഇവിടെ ചെയ്യാമെന്ന് അവിടെ നിലനിർത്തും. അത് നിലനിർത്താൻ ഇന്ന് ഇപ്പറയുന്ന നമ്മളല്ലാതെ വേറൊരു കൂട്ടർ ഇവിടെ ഇല്ല, യാതൊരു സംശയമില്ല. അതുകൊണ്ട് നാം എപ്പോഴും നമ്മുടെ കടമയും കടപ്പാടും ഉത്തരവാദിത്വവും ബോധമുള്ളവരും അത് നിറവേറ്റുന്നവരുമായിരിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഈ സംഘടനക്ക് അള്ളാഹു ശക്തി നൽകട്ടെ. നമ്മുടെ സംഘടനാ കൂട്ടായ്മ സുന്നത്ത് ജമാഅത്തിന്റെ ഒന്നിച്ചുള്ള ഒരു മുന്നേറ്റം എന്ന നിലക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതാണ് നമ്മുടെ 60ാം വാർഷികം ഇൻഷാ അല്ലാഹ് വരുന്നു. അതൊരു SYSന്റെ പേരിലാണെങ്കിലും സമസ്തയുടെ കീഴിലുള്ള സംഘടനാ കുടുംബങ്ങളെ ഒന്നിച്ചുള്ള സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള മുന്നേറ്റമായി നാം മനസ്സിലാക്കണം. അതാണ് നമ്മുടെ വിജയം എന്നുകൂടി ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു.